നമസ്കാരം. ഇന്ത്യയിൽ ബിസിനസ് രജിസ്ട്രേഷൻ വലിയൊരു പ്രോസസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ ക്രൂഷ്യലായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ കൂടിയാണ് നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ, ബിസിനസ്സിൻ്റെ ലീഗൽ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പം ഇന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കൂടി വന്നതോടുകൂടി പലപ്പോഴും ആളുകൾ തൻ്റെ ബിസിനസ് സ്ട്രക്ചർ എന്തായിരിക്കണമെന്ന് ChatGPT പോലുള്ള ടൂൾസിൽ എൻക്വയർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് ചോദിച്ച് ആ ChatGPT പറയുന്ന ഉത്തരത്തിനനുസരിച്ചിട്ടാണ് പലരും പ്രൊസീഡ് ചെയ്യുന്നത്. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ChatGPT പോലുള്ള ടൂൾസ് നിങ്ങൾക്ക് ആശ്രയിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ കോറായിട്ടുള്ള ഒരു ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് വേണ്ടുന്നൊരു വിഷയത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ChatGPT ആശ്രയിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരത്തില്ല. കാരണം നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ബിസിനസ് ലീഗൽ സ്ട്രക്ചർ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം. അതിനകത്ത് നിങ്ങളുടെ ബിസിനസ് എന്താണ്, ബിസിനസ് ഏത് രീതിയിലാണ് നിങ്ങൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ് ഉണ്ടോ, അതോ നിങ്ങൾക്ക് ആൾക്കാരെ നിങ്ങൾ ഷെയർസ് വാങ്ങുന്നുണ്ടോ, ഷെയർസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് പലപ്പോഴും നിങ്ങളുടെ ബിസിനസ്സിന് ഉചിതമായിട്ടുള്ള സ്ട്രക്ചർ ഏതാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇന്ന്, പ്രത്യേകിച്ച് ഈ ജെൻസിയിൽ പെടുന്ന കുട്ടികൾ, ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ ബിസിനസ് ലീഗൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നതിൽ വരുത്തുന്നുണ്ട്. അത്തരത്തിൽ വരുത്തുന്ന ചെറിയൊരു മിസ്റ്റേക്ക് പോലും വലിയ രീതിയിലുള്ള ബിസിനസ്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ ചെയ്യുന്ന ഒരു 3-4 മിത്തുകൾ അല്ലെങ്കിൽ 3-4 മിസ്റ്റേക്കുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഡയലോഗായിരിക്കും, ചെറിയ രീതിയിലാണ് നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് ആരംഭിക്കൂ, പിന്നീട് അത് പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഇവിടെ ചെറിയ ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ്സിനെ ചെറുതാണോ വലുതാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്? എത്രത്തോളം സെയിൽസ് നടക്കുന്നുണ്ടോ നോക്കിയിട്ടാണോ? എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയിട്ടാണോ? ഏതെല്ലാം ഏരിയാസിൽ ഈ ബിസിനസ് കവർ ചെയ്യുന്നുണ്ട് നോക്കിയിട്ടാണോ? അതോ ഇത് ഓൺലൈൻ ബിസിനസ്സാണോ അതോ ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണോ? അതോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്കെയിലിനനുസരിച്ചിട്ട്, വലിപ്പത്തിനനുസരിച്ചിട്ടാണോ? ഒരു സ്പ്രെഡിനനുസരിച്ചിട്ടാണോ നിങ്ങൾ വലിയ ബിസിനസ് ചെറിയ ബിസിനസ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. അപ്പം ഇവിടെ ഈ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിന് ആപ്റ്റായിട്ടുള്ള ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ ബിസിനസ് രീതികൾ ധാരാളമുണ്ട്. ഈ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിന് ധാരാളം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു കറണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, കറണ്ട് അക്കൗണ്ടിൽ പലരും സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. സേവിങ്സ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ട്. മാത്രമല്ല അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് റിട്രൈവ് എടുക്കാനായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ടാവും. സോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. സോ കറണ്ട് അക്കൗണ്ട് വേണ്ടതായിട്ട് വരും. ബിസിനസ്സിൻ്റെ പേരിൽ കറണ്ട് അക്കൗണ്ട്. ഇന്ന് ഇൻഡിവിജ്വലിൻ്റെ പേരിൽ കറണ്ട് അക്കൗണ്ട്സ് അങ്ങനെ കൊടുക്കുന്നില്ല പല ബാങ്കുകളും. ഇപ്പോൾ ബിസിനസ്സിൻ്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST എടുക്കേണ്ടതായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ബോഡി ലൈസൻസ് എടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് പലപ്പോഴും ഡോക്യുമെൻ്റായിട്ട് ചോദിക്കുന്നത്. ഈ GST വൺസ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനോടൊപ്പം GSTയും കൂടി നിങ്ങൾ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ഇനിയിപ്പം ലോക്കൽ ബോഡി ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വേണ്ടതായിട്ട് വരും. അപ്പം ഇത്തരത്തിലുള്ള കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഈ പറയുന്ന പ്രൊപ്പറേറ്റർഷിപ്പിനുണ്ട്. അത് പലപ്പോഴും മനസ്സിലാക്കിയത് ചെറിയ ബിസിനസ് ആണല്ലോ, എങ്കിൽ പിന്നെ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് റൺ ചെയ്യും. കാരണം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് LP ആണെങ്കിൽ ഇയർലി റിട്ടേൺസ് ഫയലിങ്ങിന് ഒരു എക്സ്പെൻസ് നമ്മൾ ഇറക്കണമല്ലോ എന്നുള്ളത് മടിച്ചിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന പ്രൊപ്പറേറ്റർഷിപ്പിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നത്. പക്ഷേ ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ്പെൻസുകൾ, ഈ GSTയുടെ ആണെന്നുണ്ടെങ്കിലും മറ്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ LLP ആണെന്നുള്ളത് പിന്നീട് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ്സുകൾക്കും എല്ലാ ചെറിയ ബിസിനസ്സുകൾക്കും ഈ പറയുന്ന പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഉചിതമായിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ല. അത് പലപ്പോഴും പല കാര്യങ്ങളെയും നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. റൈറ്റ്? സോ എടുത്ത് ചാടിയിട്ട് പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്, ChatGPT പറയുന്നു അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടെങ്കിൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. എല്ലാ ബിസിനസ്സുകൾക്കും, ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, എല്ലാ ബിസിനസ്സുകൾക്കും പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് യോജിക്കുന്ന ഒരു സ്ട്രക്ചർ അല്ല. എന്നാൽ ചില ബിസിനസ്സുകൾക്ക് പ്രൊപ്പറേറ്റർഷിപ്പാണ് ഏറ്റവും മികച്ച സ്ട്രക്ചർ. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക. രണ്ടാമത്തേത്, LLP വേണോ അതോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണോ? ഒരുപാട് മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഈ പറയുന്ന ഓൺലൈനിലും യൂട്യൂബിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്.
വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഡിസിഷൻ. പ്രൈവറ്റ് വേണോ LLP വേണോ എന്നുള്ളത്. അത് പല കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഗെയിൻ എടുക്കേണ്ടത്. ഇതിനകത്ത് പലരും വിചാരിക്കുന്നത് നമുക്ക് ആദ്യം LLPയിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം LLP എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണല്ലോ. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കുറച്ച് മുന്തിയ സാധനം. എന്നുള്ളൊരു മിത്ത് പലരുടെയും മനസ്സിലുണ്ട്. അപ്പം ആദ്യം നമുക്ക് LLP സ്റ്റാർട്ട് ചെയ്തിട്ട് ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യാം. തെറ്റിദ്ധാരണയാണ്. കാരണം LLP എന്ന് പറയുന്നത് ചെറിയ ബിസിനസ്സുകൾക്കും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് വലിയ ബിസിനസ്സുകൾക്കും നോ. LLP ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും അത് ഒരേ ലെവലിൽ നിൽക്കുന്ന 2 സ്ട്രക്ചർ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് എടുക്കേണ്ടത് അതത് ബിസിനസ്സിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ടാണ് ഏത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെ വൺസ് LLP എടുത്ത് പിന്നീട് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ പ്രോസസ്സ് കുറച്ച് കൂടുതലാണ്, എക്സ്പെൻസും നിങ്ങൾക്ക് കൂടുതലായിരിക്കും. കാരണം അതിന് കുറച്ചധികം ഫോർമാലിറ്റീസ് നമ്മളത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിഷ്യലി തന്നെ വലിയ വ്യത്യാസമൊന്നും ഇയർലി ഫയലിങ്സ് ഒന്നും വരുന്നില്ല. അപ്പം ഇനിഷ്യലി തന്നെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ മനസ്സിൽ. പ്ലാൻ ഇല്ലാതെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലേക്ക് പോകും. അപ്പം പ്രോപ്പർ പ്ലാൻ വെച്ചുകൊണ്ട് ചെയ്യുക. അപ്പം ആ പ്ലാനിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ LLP വേണോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഇനിഷ്യലി മിസ്റ്റേക്ക് വരുത്തരുത്. റീസൺ നമുക്ക് റെഗുലറായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്നിട്ടുള്ളൊരു പ്രശ്നം ഈ LLP ഫോം ചെയ്യാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. 1 മാസത്തിനടുത്തൊക്കെ സമയമെടുക്കും. അപ്പം നമുക്ക് ആദ്യം പാർട്ട്ണർഷിപ്പ് ഫേം അങ്ങ് ഫോം ചെയ്തിട്ട് പിന്നെ LLPയിലേക്ക് മാറാം. അവർ പാർട്ട്ണർഷിപ്പ് ഫേം ഫോം ചെയ്ത് 2 മാസം മുമ്പാണ്. ഇപ്പോൾ അവർക്ക് LLPയിലേക്ക് അത് മാറ്റണം. ഒന്നാലോചിച്ച് നോക്കിയേ, വലിയ ചിലവുള്ള കാര്യമായിരിക്കും അത്. ആൻഡ് ഓൾസോ പ്രാക്ടിക്കലി അത് വളരെ ബുദ്ധിമുട്ടാണ്, സമയം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഇത് തുടക്കത്തിൽ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് ആ സ്ട്രക്ചർ വെച്ചുകൊണ്ട് ബിസിനസ് ഫോം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പം ഇത് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തേത്, ചില ആൾക്കാർ വളരെ ശുഭാപ്തി വിശ്വാസം കൂടിയിട്ട് വളരെ കോൺഫിഡൻസ് കൂടിയിട്ട് അവർ ഡിസൈഡ് ചെയ്ത് നമുക്കൊരു 5 ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 5 ബിസിനസ് പറയുന്ന സമയം നമുക്ക് 5 കമ്പനീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 5 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു 3 LLPയും 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ബിസിനസ് അങ്ങ് റൺ ചെയ്യുന്നു. ഒരു വർഷം കഴിയുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു 4 കമ്പനിയിലും ടേൺ ഓവർ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സെയിൽസ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഫസ്റ്റ് ഇയറിൽ ഒരു വിഷയം ചെയ്യും. രണ്ടാമത്തെ വർഷം തോന്നും എന്തിനാണ് ഈ 4 കമ്പനീസ് അഡീഷണൽ വെച്ചിരിക്കുന്നത്, നമുക്ക് 4 അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഒരെണ്ണം മാത്രം കണ്ടിന്യൂ ചെയ്യാം. ഒരുപാട് കേസസ് അത്തരത്തിലുണ്ട്. ഇവൻ ചില ബിസിനസ്സുകാരാണെങ്കിൽ ഈവൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്തിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. വർഷങ്ങളായിട്ടുണ്ടാവും, അതിൽ റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല, ഈവൻ കമൻസ്മെൻറ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ആവേശത്തിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇത്തരത്തിൽ ഓവർ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം നിങ്ങൾ മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ മൾട്ടിപ്പിൾ കമ്പനീസ് വേണമെന്നുള്ളൊരു ചോദ്യമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 3 ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു സെയിം കാറ്റഗറിയിലൊക്കെ വരുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കമ്പനിക്കകത്ത് തന്നെ അത് കൊണ്ടുവരാം. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വെച്ചുകൊണ്ട് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓപ്പറേഷൻസ് ഈസി ആക്കാനായിട്ട് കഴിയും. ഒരു 3 ബാങ്ക് അക്കൗണ്ട് വെച്ചുകൊണ്ട് ഒരേ കമ്പനിയുടെ പേരിൽ ഓരോ ബിസിനസ്സിൻ്റെയും ഓരോ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരുന്ന പോലെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഒരുപാട് കമ്പനീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ആകെ കൂടി അതിൽ കിടന്ന് ഉരുളാതിരിക്കുക. വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ ഹമ്പിളായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക. അത് നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇഫ് നീഡഡ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റൊരു കമ്പനി കൂടി ഫോം ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇയർലി റിട്ടേൺസ് ഫയൽ ചെയ്യണമല്ലോ. അവസാനം സെയിൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ കൂടി ബിസിനസ് ഉള്ള ഒരു കമ്പനിയിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുത്തിട്ട് വേണം ബാക്കിയുള്ള നഷ്ടത്തിലോടുന്ന കമ്പനികളുടെ ഈ റിട്ടേൺസ് ഫയലിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുക. നാലാമത്തെ ഒരു മിസ്റ്റേക്ക്, ഒരു പ്രശ്നം ആൾക്കാർ വരുത്തുന്ന ഒരു തെറ്റ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് വേണ്ട, നമുക്ക് OPC ചെയ്യാം. 1 person കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പേഴ്സൺ വെച്ചുകൊണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം പ്രൈവറ്റ് ലിമിറ്റഡിൽ 2 പേര് വേണം, LLPയിൽ 2 പേര് വേണം. അപ്പം ഈ 2 പേരെ വെച്ചുകൊണ്ട് ചെയ്ത്, പിന്നെ മാത്രമല്ല ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് LLP ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയർലി റിട്ടേൺസ് ഒക്കെ ചെയ്യേണ്ട, ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. സോ നമുക്ക് എന്തിനാണ് അതിലേക്കൊക്കെ പോകുന്നത്? സോ അതിന് പകരം നമുക്ക് ഈ സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു സംഭവമായിട്ട് മാറിയില്ലേ. അപ്പോൾ നമുക്കൊരു 1 person കമ്പനി അല്ലാകുമ്പോൾ ഒരാൾ മതിയല്ലോ എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യും. പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല 1 person കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സെയിം പ്രോസസ്സ് തന്നെയാണ് വരുന്നത്.
മാറ്റമൊന്നുമില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ 2 ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ ഡയറക്ടർ മതിയാവും. നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വീണ വിജയൻ്റെ ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം പുള്ളിക്ക് മുമ്പുണ്ടായിരുന്നത് എന്തായിരുന്നു, ഒരു 1% കമ്പനിയാണ്. അപ്പോൾ ഈ 1% കമ്പനി ആണെന്നുണ്ടെങ്കിലും ഓഡിറ്റിംഗ് മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് റിട്ടേൺസ്, ROC ഫയലിങ്ങും IT ഫയലിങ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത് വരും. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ഈ പറയുന്ന 1% കമ്പനിയിലും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ OPCക്ക് അല്ലെങ്കിൽ ഈ സോൾ പ്രൊപ്പറേറ്റർക്ക് ബദലല്ല 1% കമ്പനി എന്ന് പറയുന്നത്. അതും എഗെയിൻ 1% കമ്പനിയൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കൺസൾട്ടേഷൻ നിങ്ങൾ എടുക്കുക. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് 1% കമ്പനി ആവശ്യം ഉണ്ടായി എന്ന് വരത്തില്ല. പലരും എടുത്തു ചാടുന്ന ഒരു കാര്യമാണ്. അങ്ങ് 1% കമ്പനി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും. ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്തായിരിക്കും ഇത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇത് ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് അവർ മുടക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത് വളരെ കെയർഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. 1% കമ്പനി എന്ന് പറയുന്ന ഒരു സിമ്പിൾ സ്ട്രക്ചറാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, റൈറ്റ്? അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്നത്തെ ആൾക്കാർ, ബിസിനസ്സുകാർ ഒരുപാട് വരുത്തുന്നുണ്ട്. ബിക്കോസ് ബ്ലൈൻഡായിട്ട് ഈ പറയുന്ന ചാറ്റ് ജി പി ടിയിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ അത് പ്രോപ്പറായിട്ട് എടുക്കാൻ കൂടി പഠിക്കണം. നമ്മൾ വിച്ച് ഈസ് ദ ബെസ്റ്റ് സ്ട്രക്ചർ ടു ഫോം എ കമ്പനി, ഫോം എ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഈ ചാറ്റ് ജി പി ടിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് ഓക്കെ ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതങ്ങ് എടുക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൺസൾട്ടൻസ്മാരെ സമീപിച്ചതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലീസ് നോട്ട്, വി ഡോണ്ട് പ്രൊവൈഡ് ഫ്രീ കൺസൾട്ടേഷൻ. നമ്മൾ ഫ്രീ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, റൈറ്റ്? സോ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.